ഭാര്യനെ കൊണ്ട് പൈസ ഒക്കെ ചെലവാക്കി ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു എന്ന് അറിഞ്ഞു. ഭാര്യനെ കൊണ്ട് അഭിനയിപ്പിച്ചു, അത് വലിയ കാര്യമല്ലേ ചേച്ചി? പൈസ ചെലവാക്കിപ്പിച്ചാലും അഭിനയിപ്പിച്ചു. ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. കണ്ടോ, നായികരെ കുറിച്ചാ പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നത് അത് കുടുംബ പ്രശ്നം കൂടെ ആവും. അതെ, അത് സത്യം. എല്ലാം മനസ്സിലുണ്ട്, എന്ത് കോൺസിക്വൻസസ് വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി വേറെ നായികരെ വെക്കണം, ഓ വേണ്ട. അല്ല, വേറെ നായികരെ വെക്കാത്തത് കൊണ്ട് കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സത്യമാട്ടാ. എന്താണ് ഏട്ടാ ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയൂ? കഥകള് നമ്മളുടെ സ്വപ്നമാണ് സിനിമ എന്നുള്ളത്. ഞാൻ ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പേരോട് പറയാൻ പോയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഈ ഒരു ഫിയർ ഉള്ളത് കൊണ്ട് കഥകൾ പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും 2-3 കഥകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നടക്കുന്നു വരുന്നു. ഇത് ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സുരേഷ് ഗോപി, അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്ന വാർത്ത കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഫേസ്ബുക്കിൽ എന്തോ പെട്ടെന്ന് കണ്ട, ടി വി കാണൽ കുറവാണ്, ഫേസ്ബുക്കിൽ നമ്മളെപ്പോഴും മൊബൈലിൽ തോണ്ടിയിരിക്കുന്നുണ്ട്. ജാനകിയുടെ പേര് മാറ്റി വി ജാനകി എന്നാക്കി മ്യൂട്ട് ചെയ്തു എന്നൊക്കെ ഒരു വാർത്ത കേട്ടു. ശരിക്കും അത് ഞാൻ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഒരു സിനിമ സെൻസർ ചെയ്യപ്പെടുക എന്നുള്ളതും അതിലൊരു പേര് ഒരാളുടെ ഐഡന്റിറ്റിയാണ്. സൂര്യയുടെ പേര് നാളെ ഒരാൾ വന്നിട്ട് സൂര്യ ഭഗവാൻ ദൈവമാണ് ആലോചിച്ചിട്ട് പോലുമില്ല. അല്ല, നാളെ അതല്ല, അങ്ങനൊരു അവിടെ ഇരുന്നിട്ട് ഒരു സൂര്യഭഗവാൻ വന്നിരുന്ന ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ വന്നപ്പോ ഒരു രാത്രി ആ ഒരു സിനിമ ക്രൂവിനെ സപ്പോർട്ട് ചെയ്ത് എന്നുള്ള രീതിയിലാണോ ഇത് ഇറക്കുന്നത്? ക്രൂവിനെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല, അല്ല, സിനിമ ഫാനാണ്. സുരേഷ് ഗോപി എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്, ലാലേട്ടൻ ഫാനാണ്, ഇത് മമ്മൂട്ടി ഫാനാണ്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റ് കിടക്കാറുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് അങ്ങനെ ഇരുന്ന് അത് കണ്ടപ്പോ പുള്ളിക്കാരി ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി വന്നു. അതിന്റെ പുറകെ തന്നെ പുള്ളിക്കാരുടെ സീരിയലിലെ പ്രൊഡക്ഷൻ കൺട്രോളറും ക്യാമറമാനും പിന്നെ എല്ലാരും ലോറിയിൽ പിടിച്ചോണ്ടു വീട്ടിൽ. സത്യം ഞാൻ ഇന്നും കൂടെ പറഞ്ഞുള്ളൂ, ഞാനൊരു ആഗ്രഹം ചുമ്മാ പറഞ്ഞതാണ്, അതെല്ലാരും കൂടെ സാധിച്ചു. ഇങ്ങനെ നടത്തി തരുന്ന ഒരു ഭാര്യ, അതല്ലേ ഏറ്റവും വലിയ സപ്പോർട്ട്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ പൊക്കി പറയും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ പലപ്പോഴും രാത്രിയിൽ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ വരുമ്പോ ഞാൻ ഇങ്ങനെ പറയും. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലപ്പോ നമുക്ക് ഒരുപാട് വർത്താനം പറയുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഉറങ്ങൂടാ കഥ കേൾക്കുമ്പോ. അതെന്താന്നറിയില്ല. ജാനകി ഒരു ലൈംഗിക തൊഴിലാളിയാണ്. അപ്പോ ജാനകി എന്ന പേര് മാറ്റണം എന്ന ആളുകൾ പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ജാനകി എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് അതൊരു ലൈംഗിക തൊഴിലാളി ആയതുകൊണ്ടാവാം അല്ലെ? അപ്പോ എന്റെ ഐഡന്റിറ്റി ആണ് ജാനകി എന്ന് ചേച്ചി പറയുന്നുണ്ട്. ഇപ്പൊ ഈ നടക്കുന്ന ഈ ഒരു സെൻസർഷിപ്പ്, ഈ പ്രശ്നങ്ങളോട് അതെങ്ങനെയാ നോക്കിക്കാണുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേരിന്റെ ഒരു പ്രശ്നമൊക്കെ ഇപ്പോഴും അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, നിയമം ഉണ്ടോ എന്നറിയില്ല. ഇങ്ങനെ ജാനകി എന്നുള്ള പേര്, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ല. പേര് ഒരു വിവാദം. ഇതിനു മുമ്പ് എന്തോ പൃഥ്വിരാജിന്റെ എമ്പുരാൻ മൂവിലാണെന്ന് തോന്നുന്നു, അവിടെയും ഒരു പേര് വിവാദം. ഇനി ഇപ്പൊ ഇവര് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അറിയില്ല. പക്ഷെ എനിക്കത് മനസ്സിലാക്കിയത്, ഞാൻ ഈ ജാനകിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പേരൊരാളുടെ ഐഡന്റിറ്റി ആണ്. കാരണം നമ്മളൊരു കുഞ്ഞു ജനിക്കുമ്പോ കൃഷ്ണനെന്നോ ശിവനെന്നോ ഒക്കെ ഒരു പേരിട്ടൊന്നു വരിക. നാളെ അവൻ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല. നാളെ അവൻ ആയിത്തീരുമ്പോ അവൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ഈ പേര് മാച്ച് ആവില്ലെങ്കിൽ അത് മാറ്റാനായിട്ടൊരു നിയമം ഗവൺമെന്റ് കൊണ്ടുവരൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഫൈറ്റ് ആണോ ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ആൾക്കാരെങ്ങനെ നോക്കി കാണുമെന്ന് എനിക്കറിയില്ല. പേടിയുണ്ടോ ഈ ഒരു പേര് വെച്ച് ഈ ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോ? എന്തെങ്കിലും ക്രിറ്റിസിസം വരും, നെഗറ്റീവ്സ് വരും, ആളുകൾ കല്ലെറിയും, അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻസോ പേടിയോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഇത് ഇപ്പോ എല്ലാവർക്കും പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ച ഒരു സിനിമയിലാണ് ഒരു സെൻസർഷിപ്പ് വന്നത്. അപ്പൊ നമ്മളൊരു ഷോർട്ട് ഫിലിം ഇതേ പേര് വെച്ച് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിലല്ലേ ഇതിനെ സമീപിച്ചിരിക്കുന്നത്. ഒരാളുടെ ഐഡന്റിറ്റിയും അങ്ങനെയാണ്. പക്ക ഒരു ആർട്ടാണ്. കുറച്ച്
രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ല, കുറച്ച് രാഷ്ട്രീയമുണ്ട്. ചേട്ടൻ ഭയങ്കര കോമഡി അല്ലേ? അതെ അതെ അതെ. അതല്ല, ഇത് ഒരു പറയാവുന്നറിയില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഏകദേശം ഒരു മാസത്തേക്കാണ്, ഫേസ്ബുക്കിൽ സ്ഥിരം ഞാൻ ഫോട്ടോസ് ഇടും. സരിതയുടെ ഫേസ്ബുക്ക് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് ഇടുമ്പോൾ അതിൽ ക്യാപ്ഷൻസ് ഇടാറുണ്ട്. അപ്പം ഞാനങ്ങനെ ഫോട്ടോസ് സരിതയുടെ ഒപ്പം നിൽക്കാറില്ല. ഞാൻ പൊതുവെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ക്യാമറ മുന്നിൽ ഞാൻ വരാറില്ല. നിർത്തണം ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോയ്ക്ക് കയറി നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ ഇട്ടു അതിൽ. ഞാൻ അതായത് സരിത എഴുതുന്നത് പോലെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ പുള്ളിക്കാരൻ കുമ്മനടിച്ച് കയറിയതാണ്. അപ്പൊ ഈ കുമ്മനടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂര്യ കേൾക്കുമ്പോ സൂര്യ എന്താ ചിന്തിക്കുക, നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ട്രോളായ ഒരു വാക്കാണല്ലോ അത് ഉപയോഗിച്ചത്. ആക്ച്വലി അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് കമന്റ്സ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ പുറത്തു പറയാൻ പറ്റാത്ത, ഇപ്പോഴും ഞാൻ ആ കമന്റ്സ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല. കാരണം അത് ഡിലീറ്റ് ചെയ്യേണ്ടത് അവരാണ്. കാരണം അവരാണ് ആ കമന്റ്സ് എഴുതിയിരിക്കുന്നത്. നമ്മള് മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ചെയ്തത്. അത് കഴിഞ്ഞപ്പോ ഇനി ഞാൻ ആ വാക്കെടുത്ത് മാറ്റി. അത് ഞാൻ നമുക്ക് വേറൊരാള് വിഷമാവണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ആ ക്യാപ്ഷൻ തിരുത്തിയായിരുന്നു. അപ്പോ സദാചാരം ഈ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് തന്നെയാണ് ജാനകിയും സദാചാരവും തമ്മിലൊരു യുദ്ധമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണ്. രണ്ടുപേരും ഒന്നിച്ചുള്ള എന്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ സരിത ചേച്ചിനെയും ചേട്ടനെയും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? കണ്ടുമുട്ടിയത് മാട്രിമോണി വഴിയാണ്. അപ്പൊ പുള്ളി ശരിക്കും എന്നെ സീരിയലിലൊന്നും കണ്ടിട്ടില്ല. ഇല്ല, ഇത്ര ഫേമസ് ആയ എന്നെ അറിയില്ലേ, ജാടത്തണ്ടി എന്നൊക്കെ ചോദിക്കാറുണ്ട്. മാട്രിമോണിയില് ഞാൻ പെയ്ഡല്ല, മാട്രിമോണി രജിസ്റ്റർ ചെയ്തപ്പോ നമ്മൾ പ്രൊഫൈല് കാണുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പേര് കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ സെർച്ച് ചെയ്യും. എല്ലാവർക്കും കൂടിയുള്ള ഒരു ടിപ്പും കൂടിയാണ്. അപ്പൊ ചിലത് കിട്ടും. അങ്ങനെ പുള്ളിക്കാരനെ കിട്ടി, ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. അപ്പൊ ഫേസ്ബുക്കിലും ഇല്ലേ ചേച്ചി ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഫേസ്ബുക്കിൽ ഈ പുള്ളിക്കാരി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫേസ്ബുക്കിൽ ആർട്ടിസ്റ്റ് എന്നുണ്ട്, പക്ഷെ വേറെ പ്രൊഫൈലിങ് അങ്ങനെയാണ് ഞാൻ അറിയുന്ന ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ എസ്കേപ്പ് ആയ അവിടെ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതൊന്നല്ല കേട്ടോ. 1 ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ ചേട്ടാ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് വിട്ടത്? അങ്ങനല്ല, ഞാൻ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ആർട്ടിസ്റ്റ് മോശമായത് കൊണ്ടല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ ഞാൻ പ്രൊഫൈൽ ഹൈ പ്രൊഫൈൽ അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്. എനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം? ഇപ്പൊ എങ്ങനെയുണ്ട് ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം? നല്ല ജീവിതം. ഇനി ഞാൻ നോക്കി പേടിപ്പിച്ചിട്ടാന്ന് പറയേ, ഞാൻ മുഖത്തേക്ക് നോക്കുന്നില്ല. പിന്നെ എസ്കേപ്പ് അടിച്ചു, വീണ്ടും 1 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരുന്നു അവരെ അപ്രോച്ച് ഉണ്ടായിരുന്നത്? വീണ്ടും ഫേസ്ബുക്ക് വഴി എന്നെ കോൺടാക്ട് ചെയ്തു. എന്താ 1 വർഷം കഴിഞ്ഞ് വീണ്ടും കോൺടാക്ട് ചെയ്യാൻ തോന്നിയേ? അത് അന്ന് എന്തോ ഒരു പ്രോഗ്രാം പറഞ്ഞ് ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റാന്ന് തോന്നുന്നു രണ്ടാമത് ചാറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അപ്പോ നമ്മള് വേറൊരു അങ്ങനെ കുറച്ചു നേരം ചാറ്റ് ചെയ്യും, അങ്ങനെ കുറച്ചുകൂടെ അറിയാൻ. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ചേച്ചിയായിരുന്നു എങ്ങനെ? അപ്പോഴും അല്ല, അങ്ങനെയല്ല, അങ്ങനെ ചാറ്റ് ചെയ്ത് പിന്നെ അത് പരിചയമായി, പിന്നെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഓക്കെ. പിന്നെ കണ്ടപ്പോ മനസ്സിലായി ജാടയൊന്നുമില്ല, ചുമ്മാ നമ്മള് കൂടെയുള്ള പോലെ തന്നെ.